ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഡേറ്റാബേസ് ഏത് ഡേറ്റാബേസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ SQLite എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട്. അത് ആക്ച്വലി ഒരു നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ പറ്റിയ ഒരു ഡേറ്റാബേസ് ആണ് SQLite എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജാങ്കോ പ്രോജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീഫോൾട്ട് ഡേറ്റാബേസ് തരുന്നുണ്ട്, SQLite എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ്. ഇത് ആക്ച്വലി ആ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് എ ലൈറ്റ് വെർഷൻ ആണ്. ഓക്കെ, ലൈറ്റ് വെർഷൻ ഉള്ള ഡേറ്റാബേസ് ആണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രോജക്ട്സിനൊക്കെ യൂസ്ഫുൾ ഉള്ള ഒരു ഡേറ്റാബേസ് ആണ് SQLite എന്ന് പറയുന്നത്. നമുക്ക് അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ്ഗ്രേ ഉണ്ട്, MySQL ഉണ്ട്, MongoDB ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് സാധനമാണ്. പക്ഷെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഡേറ്റാബേസ് എങ്ങനെ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനകത്ത് നമുക്ക് എങ്ങനെ ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് SQLite ആണ് നല്ലത്. ഓക്കെ, SQLite വളരെ ലൈറ്റ് വേർഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SQL കമാൻഡ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, SQL കമാൻഡ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു SQLite-നകത്ത് നമുക്കൊരു DBക്കകത്ത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ എല്ലാം ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഫീൽഡ്സിനകത്ത് ഓരോ ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യുന്നതും പിന്നെ അതിനകത്തുള്ള ഡേറ്റ എൻട്രി ചെയ്യുന്നതൊക്കെ എല്ലാം നമ്മൾ കമാൻഡ് വഴിയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് SQLite ഇതിനകത്ത് കൊണ്ടുവരാം. ഓക്കെ, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ SQLനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SQL കമാൻഡ്സ് ആണ് ഇതൊക്കെ. ക്രിയേറ്റ് ടേബിളിൻ്റെ കമാൻഡാണ് ഇത്, ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് ഇത്, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതൊക്കെ എല്ലാം എന്ന് പറയുന്നത് SQL കമാൻഡ്സ് ആണ്. സോ ഈ SQL കമാൻഡ്സിൽ വെച്ച് നമ്മൾ SQLite ഡേറ്റാബേസിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് SQLite? SQLite ഈസ് എ ലൈറ്റ് വെയ്റ്റ് സെർവർലെസ് ഫയൽ ബേസ്ഡ് SQL ഡേറ്റാബേസ് എഞ്ചിൻ ആണ്. ഓക്കെ, ഈ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് ഡേറ്റാബേസ് എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫയൽ ഡേറ്റാബേസ്, നോ സെപ്പറേറ്റ് സെർവർ പ്രോസസ്, സീറോ കോൺഫിഗറേഷൻ, ഇംപ്ലിമെന്റ്സ് മോസ്റ്റ് ഓഫ് SQL 92, സപ്പോർട്ട്സ് ട്രാൻസാക്ഷൻസ്, ഇൻഡെക്സസ്, പിന്നെ ടൈപ്പ് സിസ്റ്റം. സോ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് നമ്മൾ SQLite ഒരു ഡേറ്റാബേസ് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോൺഫിഗറേഷൻ പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് തന്നെ ഓൾറെഡി സംഭവം ഉണ്ട്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഒരു SQLite നമുക്ക് ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം SQLite ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ട് നമ്മൾ ആദ്യം ഒരു സെലക്ട് കേർണൽ. ഓക്കെ, നമ്മൾ വെർച്വൽ env എടുക്കാം. ഇമ്പോർട്ട് SQLite3. ഓക്കെ, SQLite3 ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അതായത് ഓൾറെഡി ഈ ലൈബ്രറി ഇതിനകത്തോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, SQLite3 എന്ന് പറയുന്ന മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ SQLite3 ഡോട്ട് കണക്ട്. ഓക്കെ, ഡോട്ട് കണക്റ്റിനകത്ത് നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഡേറ്റാബേസിൻ്റെ പേര്, ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഡോട്ട് DB എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിനകത്ത് എന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഓരോന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കണക്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡേറ്റാബേസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് SQLite3 ഡോട്ട് കണക്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. സോ എക്സാമ്പിൾ ഡോട്ട് DB എന്ന് പറയുന്ന ഡേറ്റാബേസിൽ അതിൽ ഞാൻ കണക്ഷൻ്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോൺ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ കോൺ കൊടുത്തു കഴിഞ്ഞാൽ SQLite3 ഡോട്ട് കണക്ഷൻ എന്ന് വെച്ചാൽ ഇത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ, എന്തെങ്കിലും എറർ അടിക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് വരുന്നെങ്കിൽ ഇറ്റ് മീൻസ് കണക്ഷൻ ഇസ് സക്സസ്ഫുൾ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇവിടെ കഴ്സർ വെക്കാം. ഓക്കെ, ഒരു കഴ്സർ വെക്കണമെങ്കിൽ നമ്മളിവിടെ കഴ്സർ ഇസ് ഈക്വൽ ടു കോൺ ഡോട്ട് കഴ്സർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ കഴ്സർ എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ കാണും. ആ ടേബിളിനകത്ത് റോസും കോളംസിനകത്ത് ഒരു കഴ്സർ വെക്കും. അതായത് ഓരോന്നിങ്ങനെ ഐട്രേറ്റ് ചെയ്ത് അതിനകത്തൊരു കഴ്സർ പോയിന്റ് ചെയ്ത് കാണിക്കുക. അതിനാണ് നമ്മളിവിടെ കഴ്സർ എന്ന് പറഞ്ഞ് ഇവിടെ വെക്കുന്നത്. ഞാനിവിടെ കോൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ കണക്ട് ഇവിടെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾ ഡോട്ട് DP ഇവിടെ ക്രിയേറ്റ് ആയി വീണിട്ടുണ്ട്. ഓക്കെ,
ഈ ഒരു ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയി വീണിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴ്സർ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ട്. ഓക്കെ, സോ ഡേറ്റാബേസിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, എക്സിക്യൂട്ടിനകത്ത് നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 കോഡ്സ് കൊടുക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 3 കോഡ്സ്, എൻഡിങ്ങിൽ നമ്മൾ 3 കോഡ്സ് കൊടുക്കും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 3 കോഡ്സ്, എൻഡിങ്ങിൽ 3 കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ് കൊടുക്കും. ക്രിയേറ്റ്, നമുക്ക് വേണമെങ്കിൽ ക്യാപ്സ് ആയിട്ട് കൊടുക്കാം. നമ്മളെ SQL കമാൻഡ്സിൽ അങ്ങനെയുള്ള ക്രിയേറ്റ് ഇങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്സ് ആയിട്ട് കൊടുക്കും. ക്രിയേറ്റ് ടേബിൾ, എന്നിട്ട് നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും, ഇഫ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇഫ് നോട്ട് എക്സിസ്റ്റ്, അതായത് ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ടേബിൾ വിളിക്കണം. അതിനകത്ത് ഞാനിവിടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാം. ഓക്കെ, എംപ്ലോയീസ് ഇവിടെ സ്റ്റുഡൻസ് ആണ് കാണിക്കുന്നത്, ഇവിടെ നമ്മൾ എംപ്ലോയീസ് ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ഫീൽഡ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫീൽഡ് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളിവിടെ ID ആദ്യം കൊടുക്കണം. ബിക്കോസ് ഓരോ ഡേറ്റയിൽ ഒരു യൂണീക്ക് ID കാണണമല്ലോ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്റിജർ നമ്മളിവിടെ പ്രൈമറി കീ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നെയിം. ഓക്കെ, നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ ടെക്സ്റ്റ്, നമുക്ക് ക്യാപ്സ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ സ്മോൾ ആയാലും കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, നോട്ട് നൾ. ഓക്കെ, നെയിം എന്തായാലും വേണം, ബിക്കോസ് നെയിം ഒരിക്കലും നള്ളാവാൻ പാടില്ല, ബിക്കോസ് എംപ്ലോയിയുടെ എന്തായാലും നെയിം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് നള്ളാവാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഏജ് ഞാനിവിടെ ഇൻറ്റിജർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിൾ ടേബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിനകത്ത് നമുക്കൊരു നെയിമും ഒരു ഏജും നമുക്കിവിടെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു ഡെസ്റ്റിനേഷനും കൊടുക്കാം. ഓക്കെ, ഒരു ഇതും കൊടുക്കാം, ബിക്കോസ് എംപ്ലോയിയുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്കറിയണം. അതിലും നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ വെച്ചിട്ട് നമ്മളിവിടെ കമ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഓൺ ഡോട്ട് കമ്മിറ്റ്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ അടിക്കുമ്പോൾ നിയർ നെയിം സിൻടാക്സ് എറർ. നിയർ നെയിം സിൻടാക്സ്. ഓക്കെ, ഇവിടെ നമുക്കിവിടെ ഒരു കോമ കൊടുക്കണം. ഓക്കെ, കോമ. ഓക്കെ, അപ്പോൾ അവിടെ കമ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റാബേസിൽ ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ കമ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേ അടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എറർ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ഇതേ സെയിം സാധനം തന്നെ ഞാനിവിടെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. അതായത് സെലക്ട്, നമുക്ക് ഒന്ന് നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, അതായത് എറർ ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള സ്റ്റാർ എന്ന് പറയുന്നത് ഓൾ ഡേറ്റ. ഓക്കെ, എംപ്ലോയീസിൻ്റെ ടേബിളിനകത്ത് എല്ലാം ഡേറ്റ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേ അടിച്ചപ്പോൾ ഇവിടെ നമുക്ക് എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ കഴ്സറിനെ ഒന്നും കൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കഴ്സർ ഡോട്ട് എക്സിക്യൂട്ടിനകത്ത് നമ്മളിതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 കോഡ്സ്, എൻഡിങ്ങിൽ 3 കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയീസ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇൻസേർട്ട് സ്റ്റുഡൻസിനകത്ത് നെയിം, ഏജ്, മേജർ എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ എംപ്ലോയീസിനകത്ത് നമുക്കിവിടെ എന്തൊക്കെയാണ്, നമുക്ക് നെയിം, ഏജ്, ഇൻറ്റിജർ. ഓക്കെ, ഇൻറ്റിജർ. അടുത്ത ലൈനിൽ എഴുതാം വാല്യൂസ്. ഓക്കെ, വാല്യൂസിനകത്ത് ഇപ്പം എൻ്റെ പേരെടുക്കാം,
will be 34, software engineer. Okay. ഇവിടെ നമ്മൾ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് cursor ഡോട്ട് എക്സിക്യൂട്ട് എന്നിട്ട് നമ്മൾ കോൺ ഡോട്ട് കമ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, കാരണം നമുക്ക് ഇത് ചേഞ്ചസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിലെ ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, ടേബിൾ എംപ്ലോയീസ് ഹാസ് നോ കോളം നെയിംഡ് ഇൻറ്റീജർ. ഓക്കെ, ഇൻറ്റീജർ അല്ല, സോറി ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോറി ഡെസ്റ്റിനേഷൻ. പ്ലേ അടിച്ച് കഴിയുമ്പോൾ ഓക്കെ, അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കോൺ ഡോട്ട് കോൺ അല്ല cursor ഡോട്ട് ഫെച്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഫെച്ച് ഓൾ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കമാൻഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ cursor ഡോട്ട് എക്സ്റ്റേണൽ ഡേറ്റ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്നിട്ട് നമ്മളിവിടെ റോസ് ഇസ് ഈക്വൽ ടു ഡേറ്റ ഡോട്ട് ഫെച്ച് ഓൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ റോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എറർ അടിക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, 1 2 3 നമുക്ക് 3 ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് 3 പ്രാവശ്യം പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും ഇതിനകത്ത് വന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ അടുത്ത ഒരെണ്ണം ചെയ്യാം നോക്കാം. cursor ഡോട്ട് എക്സിക്യൂട്ട്, ഇവിടെ നെയിം മാറ്റിയ J40 IT. ഓക്കെ, ഞാനിവിടെ കോൺ ഡോട്ട് കമ്മിറ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്പൻഡ് ചെയ്ത് വന്നത്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ 3 പ്രാവശ്യം പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും ഇത് അപ്പൻഡ് ചെയ്ത് കയറി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതി. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഞാൻ പുതിയൊരു കോഡ് ഇടാം. ഓക്കെ, ഇതിനകത്ത് ഞാനിവിടെ Ctrl+C എടുത്തിട്ട് ഇവിടെ നമ്മളെ നെയിം ഏജ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, 3 വാല്യൂസ് നമ്മളിവിടെ പാസ് ചെയ്യണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു വാല്യൂ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ സെയിം സാധനം തന്നെ ഞാൻ ഇവിടെ എടുക്കാം. ടൈസൺ 18. ഓക്കെ, അപ്പം ഇതിനകത്ത് പിന്നെയും നമ്മൾ എടുക്കാം. ഓക്കെ, ഇത് സെയിം സാധനം കമാൻഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലേ ചെയ്ത ഈ ടൈസൺ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്തത് നമുക്ക് മൾട്ടിപ്പിൾ റോസ് കൊടുക്കാനായിട്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ റോ ആയിട്ടാണ്. ഇനി മൾട്ടിപ്പിൾ റോസ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ കമാൻഡ് ഇവിടെ നമ്മൾ കൊടുക്കണം. ഇവിടെ സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ ഇതിനെ എടുത്തിട്ട് തൽക്കാലം കോപ്പി ചെയ്തിട്ട് കാണിച്ചിടാം. ഇവിടെ നമ്മൾ മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഹാർഡ് കോഡ് സംഭവം നമ്മളിവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് അറേക്കകത്ത് നമുക്ക് ഇത്രയും മൾട്ടിപ്പിൾ റോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ correct name the current statement uses 3 and there are 2 applied. Okay, name age destination. Okay,
ഓക്കെ, ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് മെനി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സിക്യൂട്ട് മെനി. ഓക്കെ, നമ്മൾ മൾട്ടിപ്പിൾ റോസ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ടിന് പകരം എക്സിക്യൂട്ട് മെനി ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിക്യൂട്ട് മെനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എംപ്ലോയീസിനെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബോബും കാരോള് നമ്മളിവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റോസും അതുപോലെ സിംഗിൾ റോസും നമ്മളിവിടെ കൊടുക്കുന്നത്. സോ സിംഗിൾ റോസ് കൊടുക്കാനായിട്ട് നമ്മൾ എക്സിക്യൂട്ട് കമാൻഡും, മൾട്ടിപ്പിൾ റോസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ എക്സിക്യൂട്ട് മെനി എന്ന് പറഞ്ഞായിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിനകത്ത് നോക്കാം. നമുക്ക് ഈ ഡിലീറ്റ്, അതായത് ക്രഡ് ഓപ്പറേഷൻസ് എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളുടെ കയ്യിൽ ഇത്രയും ഡേറ്റാസ് ഉണ്ട്. സോ ഈ ഒരു ഡേറ്റാസിൽ നമുക്ക് ഏതെങ്കിലും ഒരു റോയിനെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്ഡേറ്റ് റോ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നും കൂടെ cursor dot execute എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മളിതിനെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്ഡേറ്റ് എംപ്ലോയീസ്. അതിനകത്ത് നമ്മളിവിടെ സെറ്റ് ഏജ് ഈസ് ഈക്വൽ ടു set age is equal to 45 where ഞാൻ തൽക്കാലം നെയിം ഇസ് ഈക്വൽ ടു എന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നെയിം ഇസ് ഈക്വൽ ടു കാരോൾ. കാരോൾ എന്ന് പറയുന്ന നെയിമുള്ള ആളുടെ ഏജിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഡോട്ട് കമ്മിറ്റ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടെ നമ്മളിവിടെ ഡേറ്റ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാരോൾ എന്ന് പറയുന്ന നെയിം, പുള്ളിക്കാരിയുടെ ഏജ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇനി ഡിലീറ്റ് ആണ് നോക്കേണ്ടത്. ഈ സെയിം സാധനം നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് വേർ നെയിം ഈസ് ഈക്വൽ ടു, തലം പ്രവീണിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. പ്രവീൺ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഒന്ന് 3 എണ്ണം എടുത്ത് റിമൂവ് ആവുമെന്നാണ് തോന്നുന്നത്. യെസ്, 3 എടുത്ത് കളഞ്ഞു. ബിക്കോസ് നെയിം പ്രവീൺ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ആ റോസിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഡേറ്റാസ് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റാബേസിലെ ക്രഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് സംഭവമാണ്. SQLite ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. SQL കമാൻഡ്സ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് SQLite യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു സെക്ഷൻ എടുത്തിരിക്കുന്നത്. സോ SQLite എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.